ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൻ്റെ ഹാഫ് ഇയർലി എക്സാമിൻ്റെ പരിസര പഠനത്തിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ. ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരുടെ EVS. അപ്പോൾ നമുക്ക് EVSൻ്റെ ചോദ്യ പേപ്പർ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് പരിസര പഠനത്തിലെ ചോദ്യ പേപ്പർ വെച്ചിട്ട് നമുക്ക് EVS നോക്കാം ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരുടെ. അപ്പോൾ നമുക്ക് ചോദ്യ പേപ്പറിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എത്ര ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു? 5 പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിന് പാർട്ട് എ അല്ലെങ്കിൽ ബി ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അത് 2, 3 ഉണ്ട്. പിന്നെ 4ാമത്തിനും അതുപോലെ A or B ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ A or B വരികയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യ പേപ്പർ ചെയ്ത് നോക്കാം. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1 എന്താണ്, 2 എണ്ണം ഉണ്ട്, 1 മാത്രം പൂർണ്ണമായും ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 1A, മണ്ണിന്റെ സവിശേഷതകൾ അല്ലേ, അതായത് സോയിലിന്റെ സ്പെഷ്യാലിറ്റീസ്, സോയിലിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നില്ലേ എന്തൊക്കെയാണെന്ന്. മണ്ണ് കൊണ്ട് നമുക്ക് എന്തൊക്കെ യൂസസ് ഉണ്ട്, പ്രയോജനങ്ങളാണുള്ളതെന്ന് പറഞ്ഞത്. കൃഷിക്ക് അല്ലേ, മണ്ണ് കൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ വളരെ വിശദമായി പറഞ്ഞിരുന്നു അല്ലേ, മണ്ണിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാ കൃഷിക്ക്. പിന്നെയോ വീട് നിർമ്മാണത്തിന്, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിന്, പിന്നെയോ മൺപാത്ര നിർമ്മാണത്തിന്. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അല്ലേ മണ്ണിന്. അപ്പൊ ഏതെങ്കിലും ഒരു 3 ഉപയോഗങ്ങൾ എഴുതുക. ബി, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മണ്ണിൽ വായു ഉണ്ടെന്ന് തെളിയിക്കുന്ന പ്രവർത്തനം ഏത്? 2 എണ്ണം ഉണ്ട് കേട്ടോ ഓപ്ഷൻ. ഇതില് ഏതാണോ മണ്ണിൽ വായു ഉണ്ടെന്ന് തെളിയിക്കുന്ന പ്രവർത്തനം ഏതാണെന്നാണ് ചോദ്യം. ഉണങ്ങിയ മൺകട്ട വെള്ളത്തിലേക്ക് ഇടുന്നു, അല്ലെങ്കിൽ കുപ്പിയിൽ പകുതി മണ്ണെടുത്ത് അടച്ചു വെയിലത്ത് വെക്കുന്നു. ഇതിൽ ഏത് ചെയ്യുമ്പോഴാണ് മണ്ണിൽ വായു ഉണ്ടെന്ന് തെളിയുക? ഉണങ്ങിയ മൺകട്ട വെള്ളത്തിലേക്ക് ഇടുന്നു അല്ലേ. അപ്പൊ എന്താ ബബിൾസ് ഇങ്ങനെ പുറത്ത് വരുന്നത്? നമ്മളൊരു പ്രവർത്തനമായിട്ട് നമ്മൾ ചെയ്തിരുന്നു അല്ലേ, ഒരു എക്സ്പെരിമെന്റ് ആയിട്ട്. അടുത്തത് സി, താഴെ തന്നിരിക്കുന്നവയിൽ മണ്ണിൽ ജീവിക്കുന്ന ജീവികളുടെ ശരിയായ കൂട്ടം ഏത്? എ, മണ്ണിര, കുഴിയാന, ചിതൽ. ബി, തുമ്പി, ചിത്രശലഭം, പഴുതാര. അല്ല അല്ലേ, കാരണം തുമ്പിയും ചിത്രശലഭവും മണ്ണിലല്ല ജീവിക്കുന്നത്. സി, ചിതൽ, മണ്ണിര, ചിത്രശലഭം. ചിത്രശലഭം മണ്ണിലാണോ? അല്ല, അപ്പൊ സിയു അല്ല. ഡി, കുഴിയാന, അട്ട, കുരുവി. കുരുവി മണ്ണിലാണോ? അല്ല, അപ്പൊ ഡിയു അല്ല. അപ്പൊ എ നോക്കൂ, മണ്ണിര, കുഴിയാന, ചിതൽ. ഇത് 3 മണ്ണിലല്ലേ. അപ്പൊ ആൻസർ എന്താ? എ ആണ്, മണ്ണിര, കുഴിയാന, ചിതൽ. അടുത്തത് 1ാമത്തെ ചോദ്യത്തിലെ ബി പാർട്ടാണ്, ജലവും മണ്ണും. അതിലെ എ ചോദ്യം, ചിത്രം നിരീക്ഷിച്ച് കലക്കവെള്ളം തെളിഞ്ഞു വെള്ളമാകുന്ന പ്രക്രിയയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രികൾ എഴുതുക. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഉറപ്പായും എക്സാമിന് വരുമെന്ന് പറഞ്ഞൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നമ്മളെ ചാപ്റ്റർ ക്ലാസ് കണ്ട കൂട്ടുകാർക്ക് അറിയാം, ഈ ചോദ്യം നമ്മൾ പറഞ്ഞിരുന്നു എക്സാമിന് ഉറപ്പായും വരുമെന്ന്. അതേപോലെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ എങ്ങനെയാണ് നമ്മളിത് പ്യൂരിഫൈ ചെയ്യുക, അതായത് കലക്കവെള്ളം തെളിഞ്ഞ വെള്ളം ആക്കുന്ന പ്രക്രിയ എന്താണ്? മുച്ചട്ടി അരിപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതില് എന്തൊക്കെയാണ് വേണ്ടത്, സാമഗ്രികളാണ് എഴുതേണ്ടത്. 2 എണ്ണം ഇവിടെ വിട്ടുപോയിട്ടുണ്ട്, അത് എഴുതുക. ഇത് കലക്കവെള്ളമാണ്. പിന്നെ ഇതെന്താ? ചരല്. പിന്നെ ഇതെന്താ? മണല്. അടുത്തത് കരിക്കട്ട അല്ലെ. കരിന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ് കേട്ടോ. തെളിഞ്ഞ വെള്ളം, അപ്പൊ അവസാനം കിട്ടുന്ന തെളിഞ്ഞ വെള്ളം. ബി പാർട്ട്, ചിത്രത്തിൽ ജലം പാഴാകുന്ന സന്ദർഭം ശ്രദ്ധിച്ചല്ലോ ചിത്രത്തിൽ അല്ലെ. ഇത്തരത്തിലുള്ള മറ്റു സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് എഴുതുക. എന്തൊക്കെ എഴുതാം? ടാപ്പ് അനാവശ്യമായി ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് നിറഞ്ഞു കവിയുമ്പോൾ. ഇഷ്ടംപോലെ നമുക്ക് ഉണ്ട് അല്ലേ. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും 2 സന്ദർഭം എഴുതുക. സി പാർട്ട്, ജലം കൊണ്ടുള്ള ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തവയിൽ തെറ്റായത് കണ്ടെത്തി ടിക്ക് ചെയ്യുക. ജലം കൊണ്ടുള്ള ഉപയോഗങ്ങൾ ബന്ധപ്പെട്ട് തെറ്റായത് ഏതെന്നാണ് ചോദ്യം കേട്ടോ. കുടിക്കാൻ ശരിയാണ് അല്ലെ. കുളിക്കാൻ വേണം. ആവാസത്തിന് വേണം. ഇതെന്താ? ശ്വസിക്കാൻ. ജലം ആവശ്യമാണോ? അല്ല. അപ്പൊ ഇതാണ് ഉത്തരം. സിന്റെ ഉത്തരം ശ്വസിക്കാൻ എന്നാണ് കേട്ടോ. 2ാമത്തെ ചോദ്യം, പ്രവർത്തനം 2, മാലിന്യം ഇല്ലാതാക്കാം. അതിൽ എ പാർട്ട്, സ്കൂൾ പരിസരത്തെ ശുചിത്വം പരിശോധിക്കുന്നതിനായി ജെനിയും കൂട്ടുകാരും വിവിധയിടങ്ങൾ സന്ദർശിച്ച് തയ്യാറാക്കിയ കണ്ടെത്തലുകളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. ഓരോ ഇടത്തെ സംബന്ധിച്ചും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എഴുതുക. സന്ദർശിച്ച പരിസരത്ത് നിരീക്ഷിച്ച കാര്യം. സ്കൂൾ പാചകപ്പുരയുടെ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതായി കാണാൻ കഴിഞ്ഞു. മെച്ചപ്പെടുത്താൻ നിങ്ങളുടെ നിർദ്ദേശം എന്താണ്? എന്തായിരിക്കാം? നമുക്ക് എങ്ങനെ നിർദ്ദേശം കൊടുക്കാം? നിങ്ങളുടെ സ്കൂൾ പാചകപ്പുരയുടെ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതായി നിങ്ങൾ കണ്ടു, അത് മെച്ചപ്പെടുത്താൻ, അങ്ങനെ വെള്ളം കെട്ടി നിർത്തുന്നത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്താണ് നിർദ്ദേശം കൊടുക്കാൻ സാധിക്കും? അതാണ് എഴുതേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള ഭാഗത്ത് നിന്ന് പൂന്തോട്ടത്തിലേക്കോ മരത്തിന്റെ ചുവട്ടിലേക്കോ ചാൽ നിർമ്മിക്കാം അല്ലെ. അതുവഴി വെള്ളം കെട്ടിക്കിടക്കാതെ ഒഴുകിപ്പോകും. അങ്ങനെയല്ലേ. അപ്പൊ ആ ചെടികൾക്ക് വെള്ളം കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഭാഗത്ത് കെട്ടി നിൽക്കുന്നില്ല വെള്ളം. 3B ക്ലാസ്സിൽ ചാർട്ടുകൾ, പഠനോപകരണങ്ങൾ പൊടി പിടിച്ചതല്ല. എന്നാൽ മാലിന്യങ്ങൾ ക്ലാസ് മുറിയിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നു. എന്ത് ചെയ്യാം? മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ബക്കറ്റുകൾ സ്ഥാപിക്കാം അല്ലെ.
അടുത്ത ബി പാർട്ട്, വിവിധ മാലിന്യങ്ങളെ തരംതിരിക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റുകൾ ഏത് നിറത്തിലുള്ളവയെന്ന് കൃത്യമായി വരച്ച് യോജിപ്പിക്കുക. പഴം, പച്ചക്കറി, മത്സ്യം എന്നിവയുടെ അവശിഷ്ടങ്ങൾ, അതായത് ജൈവാവശിഷ്ടങ്ങൾ, ചപ്പുചവറുകൾ, മുട്ടത്തോട്, പേപ്പർ, ഇതെല്ലാം എന്താ പച്ച നിറത്തിലുള്ള ബക്കറ്റിൽ. അടുത്തത് പ്ലാസ്റ്റിക് കുപ്പി, ചെരുപ്പ്, തെർമാക്കോൾ എല്ലാം അത് എവിടെയാണ് മഞ്ഞ നിറം. ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ, ബൾബ്, ഉപയോഗശൂന്യമായ പെയിന്റ് എല്ലാം ചുവപ്പ് നിറം ട്ടോ. അടുത്ത സി പാർട്ട്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ശരിയായത് കണ്ടെത്തി എഴുതുക. ശരിയായത് ട്ടോ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രകൃതിക്ക് ദോഷകരമല്ല. ശരിയാണോ? അല്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേരില്ല. ശരിയാണോ? ശരിയാണ് അല്ലേ. അടുത്ത കൂടെ നോക്കാം. മണ്ണിനെ വളക്കൂറുള്ളതാക്കാൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സഹായിക്കുന്നു. ശരിയാണോ? ശരിയല്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വെള്ളത്തിൽ അലിയുന്നു. ശരിയാണോ? അല്ല. അപ്പൊ ഉത്തരം എന്താ? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേരില്ല. മനസ്സിലായില്ലേ? മൂന്നാമത്തെ പ്രവർത്തനം, ആഹാരവും ആരോഗ്യവും. താഴെ കൊടുത്തിരിക്കുന്നവയെ തരംതിരിച്ചെഴുതുക. ഈ കൊടുത്തിരിക്കുന്ന ഈ ടേബിളിൽ തരംതിരിച്ചെഴുതുകയാണ് ചെയ്യേണ്ടത്. പച്ചക്കറികളുണ്ട്. അപ്പോൾ ആപ്പിൾ ഏതിൽ വരും? പഴങ്ങളിൽ. പിന്നെ ഇലക്കറികൾ, ധാന്യങ്ങൾ. അടുത്തതോ ചേനയും മരച്ചീനിയും എന്തിൽ വരും? കിഴങ്ങുകളിൽ വരും അല്ലേ. അടുത്ത് നമുക്ക് ഓരോന്നായി നോക്കാം. കോവയ്ക്ക എന്തിൽ വരും? പച്ചക്കറിയാണോ പഴമാണോ? പച്ചക്കറിയാണ് കേട്ടോ. ഗോതമ്പ് ഏതാ? ധാന്യമാണ്. ചേന കിഴങ്ങ്, മുന്തിരി പഴം, ചീര ഇലക്കറി, അരി ധാന്യം, മരച്ചീനി കിഴങ്ങ്, വെണ്ടയ്ക്ക പച്ചക്കറി, ആപ്പിൾ പഴങ്ങളിൽ വരും, മുരിങ്ങയില ഇലക്കറികളിൽ വരും ട്ടോ. അടുത്ത ബി പാർട്ട്, ജന്തുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇതൊക്കെ ചെടികളിൽ നിന്ന് ലഭിക്കുന്നതാണ് അല്ലേ. ജന്തുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം? ഇഷ്ടംമാതിരി ഉണ്ട് അല്ലേ. നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെ നമുക്ക് എഴുതാം? ഏതെങ്കിലും 2 എഴുതിയാൽ മതി. മുട്ട എഴുതിയിട്ടുണ്ട്, പാൽ എഴുതിയിട്ടുണ്ട്. ഇറച്ചി അല്ലെങ്കിൽ ഇറച്ചി എഴുതിയാലും ശരിയാണ് കേട്ടോ. അടുത്തത്, വിവിധതരം ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? നന്നായി വളരാൻ, പ്രതിരോധശേഷി നേടാൻ. അടുത്ത പ്രവർത്തനം 4 എയും ബിയും ഉണ്ട്. അതിൽ എ ആണ് വ്യക്തി ശുചിത്വം പാലിക്കാം. അതിൽ എ ക്വസ്റ്റ്യൻ, വ്യക്തി ശുചിത്വം പാലിക്കുന്നതിന് രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ നമ്മെ സഹായിക്കും. വ്യക്തി ശുചിത്വം പാലിക്കുന്നത് രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ നമ്മെ സഹായിക്കും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന പദസൂര്യൻ പൂർത്തിയാക്കുക. ശുചിത്വം പാലിക്കുന്നതിന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് നമ്മുടെ വ്യക്തി ശുചിത്വത്തെ കുറിച്ചാണ് ഇവിടെ ചോദ്യം. വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. പിന്നെ എന്തൊക്കെ എഴുതാം? എല്ലാ ദിവസവും കുളിക്കണം, നഖമുറിക്കണം, രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രി ഭക്ഷണത്തിന് ശേഷവും പല്ല് തേക്കണം. അടുത്തത് ബി, ശുചിത്വമില്ലായ്മ കൊണ്ട് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അസുഖങ്ങൾ ഏതൊക്കെ? ഇവിടെ ചൊറി, ചുണങ്ങ്, ജലദോഷം, പനി, വയറിളക്കം, ഇതെല്ലാം ശുചിത്വമില്ലായ്മ കൊണ്ട് വരാൻ സാധിക്കുന്ന അസുഖങ്ങളാണ് കേട്ടോ. അടുത്തത് 4B ആണ്. എന്താണ് പ്രവർത്തനം 4B? ശുചിത്വം മഹത്വം. കൈ കഴുകലിന്റെ ഘട്ടങ്ങൾ കൊടുത്തിരിക്കുന്നു. ശരിയായവ വരച്ച് യോജിപ്പിക്കുക. ഇവിടെ ഒന്നാമത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വിരലുകളും കൈകുഴലുകളും മറുകൈ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ തിരുമ്മി വൃത്തിയാക്കുക. ഒന്നാമത്തെ ഇവിടെ അടുത്ത ചോദ്യം, ഒഴുകുന്ന വെള്ളത്തിൽ കൈകൾ നന്നായി കഴുകുക. കൈകളുടെ പിറകുവശവും വിരലുകൾക്കിടയിൽ വൃത്തിയാക്കുക. കൈകൾ നനച്ച് സോപ്പ് പതപ്പിക്കുക. അപ്പൊ ശരിയായ ചിത്രത്തിലോട്ട് അതുപോലെ വരച്ച് യോജിപ്പിക്കുക കേട്ടോ. ബി പാർട്ട്, ജലദോഷം തുമ്മലും ഉള്ളതിനാൽ മാനു മാസ്ക് ധരിച്ചാണ് സ്കൂളിലേക്ക് എത്തിയത്. മാസ്ക് ധരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? രോഗങ്ങൾ പകരാതിരിക്കാൻ. സി, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കൊതുക് പരത്തുന്ന രോഗങ്ങളുടെ കൂട്ടം ഏതാ? കറക്റ്റ് ആയിട്ട് രണ്ട് അസുഖം കൊതുക് പരത്തുന്നതാണ്. ഏതൊക്കെയാ? ഡെങ്കിപ്പനിയും മന്തും. അഞ്ചാമത്തെ പ്രവർത്തനം, ആരോഗ്യത്തിന്റെ പ്രാധാന്യം. എ പാർട്ട്, ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ഇതിൽ ശരിയായവയ്ക്ക് താഴെ ടിക്കും തെറ്റായവയ്ക്ക് താഴെ തെറ്റും രേഖപ്പെടുത്തുക. ആവശ്യത്തിന് ഉറങ്ങണം. ശരിയാണ് അല്ലെ. നല്ല ആരോഗ്യശീലമാണ്. ധാരാളം ഭക്ഷണം കഴിക്കണം. തെറ്റാണ്. ശുചിത്വശീലങ്ങൾ പാലിക്കണം. ശരിയാണ്. ഓൺലൈൻ ഗെയിമുകൾ കളിക്കണം. തെറ്റാണ്. കായികശേഷി ആവശ്യമുള്ള കളികളിൽ ഏർപ്പെടാം. ശരിയാണ്. അടുത്തത് ബി, കുട്ടികളും ആരോഗ്യവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിന് ആരോഗ്യ വിദഗ്ധനുമായി അഭിമുഖം നടത്തുന്നതിന് ആവശ്യമായ 3 ചോദ്യങ്ങൾ തയ്യാറാക്കുക. അതായത് ആരോഗ്യ വിദഗ്ധനുമായിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചോദ്യങ്ങളും വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന 3 ചോദ്യങ്ങൾ എഴുതുക കേട്ടോ. മലിനജലം കുടിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏതെല്ലാമാണ്? വീട്ടിൽ കുടിവെള്ളം ശുദ്ധമാക്കാനുള്ള എളുപ്പമായ മാർഗങ്ങൾ എന്തൊക്കെയാണ്? മഴക്കാലത്ത് കുടിവെള്ളം ഉപയോഗിക്കുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങൾ, അതായത് ആരോഗ്യ വിദഗ്ധനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് എഴുതേണ്ടത്.
അപ്പോൾ 5 പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.